പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ പാഠത്തിലെ 2ാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പലതരം ഉപഗ്രഹങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗലീലിയോ ഗലീലിയെക്കുറിച്ച്. ഗലീലിയോ ഗലീലി 1564 തൊട്ട് 1642 വരെ AD കാലഘട്ടത്തിലാണ്. ഇറ്റലിക്കാരനായ ഊർജ്ജതന്ത്രജ്ഞനാണ്, വാനനിരീക്ഷകൻ, ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ. സ്വയം നിർമ്മിച്ച ദൂരദർശൻ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് വാനനിരീക്ഷണത്തിന് തുടക്കമിട്ടത് ഇദ്ദേഹമാണ്. വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് ഗലീലിയോ ഗലീലിയാണ്. ഇറ്റലിക്കാരനായ ഇറ്റലിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അവിടുത്തെ ഫിസിസിസ്റ്റായിരുന്നു, അതായത് ഊർജ്ജതന്ത്രജ്ഞനായിരുന്നു, വാനനിരീക്ഷണത്തിൻ്റെയും ഗണിതശാസ്ത്രജ്ഞനൊക്കെ ആയിരുന്നു. ഈ സൗരയൂഥത്തിൽ വേറെ ആരൊക്കെയുണ്ട്? 5.1 നോക്കി കണ്ടെത്തുക. ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്, ആസ്ട്രോയിഡ്സ്. കുള്ളൻ ഗ്രഹങ്ങളുണ്ട്, ഡ്വാർഫ് പ്ലാനറ്റ്സ്. അപ്പോൾ അതിൽ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. അപ്പോൾ എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ? ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറകഷ്ണങ്ങളിനെയാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപൂർവമായി ഇതിൽ ചിലത് ഭൂമിയിലേക്ക് തന്നെ ഭീഷണിയാവാറുണ്ട്, ഭൂമിയിലേക്ക് വന്ന് പതിക്കാറുണ്ട്. അപ്പോൾ ക്ഷുദ്രഗ്രഹമായിട്ടുള്ള ഐഡ എന്ന് പറഞ്ഞ ക്ഷുദ്രഗ്രഹത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട്, അതാണ് യുറാനസ് എന്ന് പറയുന്നത്. മറ്റ് ഗ്രഹങ്ങൾ പമ്പരം പോലെയാണ് സ്വയം കറങ്ങുന്നത്. യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് കറങ്ങുന്നത്. ശുക്രനിൽ പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ എന്താണ് അവിടെ? സൂര്യോദയം പടിഞ്ഞാറാണ് ഉണ്ടാവുക. ശുക്രനിൽ പടിഞ്ഞാറ് സൂര്യോദിക്കുന്നത്. ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാനായിട്ട് സാധിക്കും. അടുത്ത വാദ്യം നമുക്ക് പോവുകയാണെങ്കിൽ, ഒരു ആകാശഗോളം ഗ്രഹമായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടാകണം. അവ സൂര്യനെ വലം വയ്ക്കണം. അവയ്ക്ക് തനതായതും തടസ്സങ്ങളിൽപ്പെടാത്തതുമായിട്ടുള്ള ഭ്രമണപഥം ഉണ്ടായിരിക്കണം. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് IAU ആണ് ഇത്രയും നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കണം. ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. പുറത്താക്കപ്പെട്ട പ്ലൂട്ടോ. ഈ അടുത്ത കാലം വരെ പ്ലൂട്ടോനെ ഗ്രഹമായിരുന്നു പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ IAU 2006 ഡിസംബറിൽ പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് അകറ്റി അല്ലെങ്കിൽ നീക്കി അതിനെ കുള്ളൻ ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ചു. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഇനി സൗരയൂഥത്തിൻ്റെ വിരുന്നുകാർ ഇതൊക്കെ നമുക്ക് നോക്കാം. സൗരയൂഥത്തിൻ്റെ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ, കോമറ്റ്സ് എന്ന് പറയാം. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവ നക്ഷത്രങ്ങളല്ല കേട്ടോ, അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണിവ. സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. സൂര്യനെ ചുറ്റുന്നവയാണെങ്കിലും ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനടുത്ത് വരാറുള്ളൂ. സൂര്യനോട് അടുക്കും തോറും ഇവയുടെ വാലിന് നീളം ശോഭയും ഏറും. 2013 ഒടുവിലെത്തിയ ഐസൺ വാൽനക്ഷത്രത്തെ ഓർക്കുന്നുണ്ടോ? സൂര്യനിലേക്ക് പാഞ്ഞ ഐസൺ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഇനി ഉൽക്കകളെ കുറിച്ച് പഠിക്കാം. തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ അതിവേഗം ആകാശത്ത് കൂടി മിന്നി മറയുന്ന പ്രകാശം കണ്ടിട്ടുണ്ടോ? മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്നതിന് മുമ്പ് അവ അണഞ്ഞു പോകാറുണ്ട്. ഇവയാണ് ഉൽക്കകൾ. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നവ. പല വലിപ്പത്തിലുള്ള പാറകഷ്ണങ്ങളാണ് ഉൽക്കകൾ. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും. അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ആ മിന്നി മറയുന്ന പ്രകാശം. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ എന്ന് പറയുന്നത്. ആഫ്രിക്കയിലെ നമീബിയയിൽ പതിച്ചിട്ടുള്ള ഉൽക്കാശിലയും റഷ്യയിലെ ചിങ്കെ നദിക്കരയിൽ പതിച്ചിട്ടുള്ള ഉൽക്കാശിലയുമാണ് കാണിച്ചിരിക്കുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവയൊക്കെ അടങ്ങുന്നത് സൗരയൂഥം. സൗരയൂഥത്തിൽ നിങ്ങൾ പരിചയപ്പെട്ട എല്ലാ അംഗങ്ങളിലും പട്ടികപ്പെടുത്താം. അപ്പോൾ ഏതൊക്കെയാണ്? സൂര്യൻ, ഗ്രഹങ്ങൾ, ഈ പറഞ്ഞത് തന്നെ ഏതൊക്കെയാണ്? വാൽനക്ഷത്രങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങളൊക്കെ. ഇനി ഭൂമി നമ്മുടെ ജീവഗ്രഹം. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതിന് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഉപരിതലത്തിൽ ജലത്തിൻ്റെ വിസ്തൃതമായ ശേഖരമുള്ളത് ഭൂമിയിൽ മാത്രമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മുന്നിൽ 2 ഭാഗവും ജലമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇളം നീല നിറത്തിലാണ് ഭൂമിയെ കാണപ്പെടുന്നത്. വായുവും വെള്ളവും മറ്റും ജീവജാലം കൊണ്ട് സമ്പന്നമായ പ്രകൃതിയുടെ ഈ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ ചന്ദ്രൻ നോക്കുമ്പോൾ ഭൂമിയെ കാണുന്ന ഇളം നീല നിറത്തിലാണ്. നക്ഷത്രങ്ങളുടെ ലോകം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ അസ്തമിക്കുന്നതോടെ മറ്റ് നക്ഷത്രങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു കാണാൻ തുടങ്ങും. ഇരുട്ടും തോറും എണ്ണിയാലൊടുങ്ങാത്ത നക്ഷത്രങ്ങളെ കാണാം. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയെ പറയുന്ന പേരാ ക്ഷീരപഥം, മിൽക്കി വേ, ആകാശഗംഗ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൽ ഏതാണ്ട് 10,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. പ്രപഞ്ചത്തിനെ നോക്കാം. ക്ഷീരപഥം, മിൽക്കി വേയുടെ കണ്ടില്ലേ?
പ്രപഞ്ചം കോടിക്കണക്കിന് ഇതുപോലെയുള്ള ഗാലക്സി ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം, യൂണിവേഴ്സ്. അപ്പോൾ അതിൻ്റെ വലിപ്പം എത്രയായിരിക്കും നമ്മൾ സങ്കല്പിക്കാൻ കഴിയുന്നില്ല അല്ലേ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം തീരെ ചെറിയൊരു ബിന്ദുവായിരുന്നു അത്രേ. വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചെന്ന് കരുതപ്പെടുന്നു. ആകാശഗോളങ്ങളെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പത്രമാധ്യമത്തിൽ പലപ്പോഴും വരാറുണ്ട്. ഇത്തരം വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. പുസ്തകം വർഷം തോറും തുടരാം. ഈ ശേഖരണത്തിന് പ്രപഞ്ച പുസ്തകം എന്ന തലക്കെട്ട് നൽകാം. പ്രപഞ്ചത്തിൻ്റെ ഏകദേശം 10,000 കോടി ഗാലക്സികളെ ആകാശഗംഗയിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളായ സൂര്യൻ്റെ 8 ഗ്രഹത്തിലൊന്നായ ഭൂമിയെ ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരളം എന്ന ചെറിയൊരു സംസ്ഥാനത്തെ സുന്ദരമായ എൻ്റെ നാട്ടിലെ മനുഷ്യൻ എത്ര ചെറുതാണ്. എങ്കിലും അറിയാനുള്ള അടങ്ങാത്ത ആഗ്രഹവും അന്വേഷണവും കഠിനമായ പരിശ്രമവും മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ നന്നായി മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. ഇനി ഗ്രഹങ്ങളെ കുറിച്ച് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നെപ്റ്റ്യൂൺ എന്താണ്? ഒരു ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ എത്രയാണ്? നെപ്റ്റ്യൂണിന് 164 വർഷമാണ്. യുറാനസിന് 25-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 84ആണ്. യുറാനസിന് ശനിക്ക് ചുറ്റും വലയങ്ങളുണ്ട്. എത്രയാണ്? 30-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. വ്യാഴത്തിന് ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. 60-ലധികം ഉപഗ്രഹങ്ങൾ. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം. ബുധൻ്റെ ഉപഗ്രഹങ്ങളില്ലാത്ത ഒരു ഗ്രഹം ഏതാണ്? ബുധനാണ്. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ശുക്രൻ ഏറ്റവും തിളക്കമുള്ളത്, ചൂടുള്ളത്, ഉപഗ്രഹങ്ങളില്ല. ബഹിരാകാശത്ത് നോക്കുമ്പോൾ നിലനിറം ജീവൻ നിൽക്കുന്നത് നമുക്കറിയാം ഭൂമിയെക്കുറിച്ച്. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങൾ പണ്ട് ജലം മുഴുകുന്നതിൻ്റെ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇതിൻ്റെ ഓർഡർ പഠിക്കുക. സൗരയൂഥം എന്താണെന്ന് നോക്കുക. 5-ാമത്തെ പാഠം പ്രപഞ്ചം എന്ന മഹാത്ഭുതം കഴിഞ്ഞു. താങ്ക് യു.